My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയൽ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 90ാമത്തെ എപ്പിസോഡിനാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ ഹെപ്പാർസൾഫ് എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗം നമുക്ക് പരിശോധിക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഹെപ്പാർസൾഫ് രോഗി ഒരു വഴക്കാളിയാണ്, എല്ലാവരുമായിട്ടും സെൻസിറ്റിവിറ്റിയുള്ള വ്യക്തികളുമായിട്ടും സ്ഥലങ്ങളുമായിട്ടും മാറ്റങ്ങളുമായിട്ടും ഒക്കെ വളരെ സെൻസിറ്റീവാണ് നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങളാണ് പറയുന്നത്. ഹി ഡിസൈർസ് എ കോൺസ്റ്റന്റ് ചേഞ്ച് ഓഫ് പേഴ്സൺസ് ആൻഡ് തിങ്സ് ആൻഡ് സറൗണ്ടിങ്സ് ആൻഡ് ഈച്ച് ന്യൂ സറൗണ്ടിങ് ഓർ പേഴ്സൺ ഓർ തിങ് അഗെയിൻ ഡിസ്പ്ലേസസ് ആൻഡ് മേക്സ് ഹിം ഇറിറ്റേറ്റഡ്. ഒന്നിനും തൃപ്തിപ്പെടാത്ത ഒരു രോഗി, ഒരു മനോഭാവം. ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല, അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നു. അയാളിൽ നിന്ന് ഇറിറ്റേറ്റഡ് ആവുന്നു, അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നു. ഇനി സ്ഥലം, ഒരു സ്ഥലത്ത് താമസിച്ചു, ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, അത് ഇഷ്ടപ്പെടുന്നില്ല, അത് മാറി വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അതും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഒരു തുടർച്ചയായിട്ടൊരു അസ്വസ്ഥത, ഒരുതരം ഇറിറ്റബിലിറ്റി, ഒന്നിനോടും യോജിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ, കോറൽസം, ഇടപെടുന്ന ആളുകളാണ്ട് വഴക്കിടുന്നു, സ്ഥലങ്ങളുമായിട്ട് മനസ്സുകൊണ്ട് യോജിക്കാതെ ഇറിറ്റേറ്റഡ് ആവുന്നു, വസ്തുക്കളാണ് തിങ്സ്, ഒരു കിട്ടുന്ന സാധനം, ഒരു കുട്ടിയാണെങ്കിൽ കളിപ്പാട്ട് ഇഷ്ടപ്പെടുന്നില്ല, കളഞ്ഞു, അടുത്ത കിട്ടി, അത് ഇഷ്ടപ്പെട്ടില്ല, കളഞ്ഞു. ജോലി, സ്ഥലങ്ങൾ, വസ്തുക്കൾ, വ്യക്തികൾ ഒക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടായ്മ മൂലം, ഇറിറ്റബിലിറ്റി മൂലം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാമൂഹ്യ വിരുദ്ധൻ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധയായിട്ട് ഇത്തരം വ്യക്തികൾ മുദ്രകുത്തപ്പെടും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. ഹെപ്പാർസൾഫ് അതിനുപകരിക്കുന്ന വിലപ്പെട്ട ഔഷധങ്ങളിലൊന്നാണ്. വിത്ത് ദിസ് ഇറിറ്റബിലിറ്റി ഓഫ് ടെമ്പർ ആൻഡ് ഫിസിക്കൽ ഇറിറ്റബിലിറ്റി ദർ ഇസ് എ ടെൻഡൻസി ടു സൂപ്പറേഷൻ പാർട്സ്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇറിറ്റബിലിറ്റിയോട് കൂടെ ശരീരഭാഗങ്ങളിൽ ഇങ്ങനെ സൂപ്പറേറ്റ് ചെയ്യാനുള്ള, പഴുപ്പുണ്ടാകാനുള്ള ഒരു ടെൻഡൻസി കൂടിയുണ്ട്. അതിനെ ഫിസിക്കലായിട്ട് അങ്ങനെ കൂടി ചേർത്ത് വായിക്കണം. ലോക്കലൈസ്ഡ് ഇൻഫ്ലമേഷൻസ് ഇൻക്ലൈൻ ടു സൂപ്പറേറ്റ്, എസ്പെഷ്യലി ഇൻ ഗ്ലാൻഡ്സ് ആൻഡ് സെല്ലുലർ ടിഷ്യൂ ഡു വി ഹാവ് സൂപ്പറേഷൻ ആൻഡ് അൾസേഴ്സ്. അപ്പോൾ ലോക്കലൈസ്ഡ് ഇൻഫ്ലമേഷൻസ്, മൊത്തത്തിലുള്ള ചില ഭാഗങ്ങളിൽ സ്പോട്സിൽ ഇൻഫ്ലമേഷൻസ്, അതിന് സൂപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ഈ ടെൻഡൻസി കൂടുതലും ഗ്രന്ഥികളിലാണ് സൂപ്പറേഷൻ കാണുക. അവിടേക്ക് കഴുത്തിൽ, ആക്സില, ഗ്രോയിൻ, അരക്കെട്ടിൽ, മാമറി ഗ്ലാൻസിൽ ഒക്കെ വരും. അത് സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, പിന്നെ ഹാർഡാവുന്നു, പിന്നീട് സൂപ്പറേറ്റ് ചെയ്യുന്നു. ആ ഒരു ഓർഡറിൽ ഫസ്റ്റ് ദ ഹാർഡ് സ്വെല്ലിങ്സ് വിത്ത് ദ ഫീലിംഗ് ആസ് ഇഫ് ദേ ഹാഡ് സ്റ്റിക്സ് ജാഗിങ് ഇൻ ദം. Then it becomes highly inflamed and red over the part, and ultimately it suppurates, discharges and heals slowly. കണ്ടോ, ആദ്യം എന്താണ് ഹാർട്ട് സ്വെല്ലിങ്. ആ ഒരു ഹാർട്ട് സ്വെല്ലിങ് ആദ്യം. അതിൻ്റെ ഫീലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടിപ്പിക്കൽ ഫീലിംഗ്, കമ്പുകൾ കുത്തിവെച്ചാകുന്ന പോലുള്ളൊരു ഫീലിംഗ്, അങ്ങനത്തെ ഒരു പെയിൻ. പിന്നെ അത് വല്ലാതെ ഇൻഫ്ലെയിംഡ് ആകുന്നു, അവസാനം അത് പഴുക്കുന്നു, പഴുപ്പിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകുന്നു. ഹീലിംഗ് വളരെ സാവകാശമുള്ള ഹീലിംഗ്. അതാണ് ഒരു ക്രമം. ദ ബോൺ ഈവൻ സൂപ്പറേറ്റ്സ് ആൻഡ് ടേക്സ് ഓൺ നെക്രോസിസ് ആൻഡ് കാരീസ്. ഈ പഴുപ്പുണ്ടാകൽ അസ്ഥിയിൽ കൂടി വരുന്നുണ്ട്. അസ്ഥിയിൽ പഴുപ്പുണ്ടായിട്ട് അവിടെ ഒരു പോട് പോലെ ഉണ്ടാകുന്നു. ഫെലോൺസ് അറൌണ്ട് ദ റൂട്ട് ഓഫ് ദി നെയിൽ ആൻഡ് എൻഡ്സ് ഓഫ് ദ ഫിംഗേഴ്സ്. നമ്മൾ നേരത്തെ ശൈലീഷയുടെ കാര്യത്തിൽ കാലിലെ തള്ളവിരൽ കണ്ടതുപോലെ ഇവിടെ ഒരു പർട്ടിക്കുലർ ഫിംഗർ പറയുന്നില്ല, ഏതെങ്കിലും ഫിംഗറിൽ അതിൻ്റെ ചൂടിൻ്റെ ചുറ്റുമായിട്ട് ഈ നഖം ഉള്ളിലേക്ക് വളരുക, പഴുപ്പുണ്ടാകുക, വിരൽ ചുറ്റ് അല്ലെങ്കിൽ കുഴിനഖം എന്ന് പറയുന്നൊരവസ്ഥ. ദ നെയിൽ സൂപ്പറേറ്റ്സ് ആൻഡ് ലൂസൻസ് ആൻഡ് കംസ് ഓഫ്. അത് വളരെ വഷളായ ഒരവസ്ഥയാണ്. നഖത്തിൻ്റെ ആ ഒരു വേര്, അതിൻ്റെ ചൂട് പഴുത്തിട്ട് അത് വിട്ടുപോകുന്നൊരവസ്ഥ. സെൻസേഷൻ ഓഫ് സ്പ്ലിൻഡേഴ്സ് അണ്ടർ ദ നെയിൽസ്
ഈവൻ വെൻ ദേ ഡു നോട്ട് സൂപ്പറേറ്റ്. ഇനി പഴുപ്പുണ്ടായില്ലെങ്കിലും നഖത്തിൻ്റെ അടിയിൽ ഈ മരക്കമ്പുകൾ കുത്തിക്കയറിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. അപ്പൊ എല്ലാത്തരം പെയിനിലും ഫീലിങ്സിലും ഈ സെൻസേഷനിലും ഈ മരക്കമ്പിന്റെ ഒരു സാധനമുണ്ട്. ദ നെയിൽസ് ബിക്കം ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. നഖങ്ങൾ കട്ടിയാകുന്നു, പൊട്ടിപ്പോകുന്നു. വാട്സ് ക്രാക്ക് ഓപ്പൺ ആൻഡ് ബ്ലീഡ്, സ്റ്റിങ് ആൻഡ് ബേൺ ആൻഡ് സൂപ്പറേറ്റ്. അരിമ്പാറകൾ അതിലിങ്ങനെ ക്രാക്സ്, അതിലിങ്ങനെ പൊട്ടിപ്പിളരുന്നു, രക്തമൊലിക്കുന്നു, കുത്തുന്ന പോലെ വേദന, പൊള്ളല്, അവസാനം പഴുപ്പ്. വാട്സിലുണ്ടായ അവസ്ഥ. ഹെപ്പാർ is especially useful in felons in such a constitution as described, but sometimes you will have nothing more than the fact that the patient is a scrawny, chilly patient who is always taking cold and subject to felons. അപ്പൊ ഈ വിരൽച്ചുട്ടിന്റെ അല്ലെങ്കിൽ കുഴിനകത്തിന്റെ കാര്യത്തില് ഇത്ര ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അത് പെർഫെക്റ്റായിട്ട് യോജിക്കുന്നതെങ്കിലും വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ല. ലക്ഷണങ്ങളുടെ പോസിറ്റീവ് ഉണ്ട് എങ്കിൽ പോലും ഇതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാ ഒരു സ്ക്രോണി ചില്ലി പേഷ്യൻ്റ്, എല്ലും പോലുമായ തണുപ്പിനോട് വല്ലാതെ സെൻസിറ്റീവായിട്ടുള്ള പുതച്ചുമൂടി കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ആ ഒരു പ്രകൃതമുള്ള പേഷ്യൻ്റ് കുഴിനഖം, അത് മാത്രമായിട്ടും അതിനെ നമുക്ക് ചേർത്ത് കാണാൻ പറ്റും. ഇത്തരം ടിപ്പിക്കലാണെന്നുള്ള മട്ടിൽ. I have often had to give Hepar or know better information and have known it to stop the tendency to felons. അപ്പോൾ വേറെ ഇൻഫർമേഷനും ഇല്ല, എല്ലും പോലുമായതാണ്, തണുപ്പിനോട് വല്ലാതെ സെൻസിറ്റീവാണ്, ഇതിലപ്പുറം ഇൻഫർമേഷനൊന്നും ഇല്ല. അപ്പം അത് മാത്രമുള്ളപ്പോൾ ഈ ഫെലോൺസിനോടതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ധാരാളം ഹീലിങ്സിൻ്റെ അനുഭവം ഉണ്ടെന്നാണ് കെൻഡ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഓൾസോ കമ്പീറ്റ്സ് വിത്ത് സൈലീഷ്യ. ഈ കാര്യത്തിൽ സൈലീഷ്യമായിട്ട് ഇത് ഒരുമിച്ച് ചേർന്ന് പോകുന്നു, മത്സരിച്ച് പോകുന്നു ഫെലോൺസിന്റെ കാര്യത്തിൽ. ദ പേഷ്യന്റ് ഈസ് ഓഫൻ സ്ക്രോണി ആൻഡ് ഹാസ് എ ടെൻഡൻസി ടു എൻലാർജ്മെന്റ് ഓഫ് ഗ്ലാൻസ്. അപ്പോൾ അത് ആവർത്തിച്ച് പറയാണ്, എല്ലും തോലുമായിട്ടുള്ള അവസ്ഥ അത്രക്ക് പ്രാധാന്യമുള്ളതാണ്. പല തവണയായിട്ട് ഇങ്ങനെ കെൻഡത് പറയുന്നുണ്ട്, എല്ലും തോലുമായിട്ടുള്ള അവസ്ഥയാണ്. ഗ്ലാൻസ്, ഗ്രന്ഥികൾ എൻലാർജ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഒരു ജനറൽ കണ്ടീഷനാണ്. ദ ലിംഫാറ്റിക് ഗ്ലാൻസ് ആർ ജനറലി ഹാർഡ് ആൻഡ് എൻലാർജ്. ലിംഫ് ഗ്രന്ഥികളാണ് പൊതുവെ ഹാർഡായിട്ട് എൻലാർജ് ചെയ്യുന്നത്. ദേ ആർ ക്രോണിക്കലി എൻലാർജ് വിത്തൗട്ട് സൂപ്പറേഷൻ ആൻഡ് അറ്റ് എനി കോൾഡ് ദാറ്റ് കംസ് ഓൺ സം പെക്യുലർ ഗ്ലാൻഡ് മേ സൂപ്പറേറ്റ്. അപ്പോൾ ഈ ലിംഫാറ്റിക് ഗ്ലാൻഡ്സ് സൂപ്പറേഷൻ എൻലാർജ് ചെയ്യാം, സൂപ്പറേഷൻ ഇല്ലാതെ എൻലാർജ് ചെയ്യാം. ഒരു തണുപ്പടിക്കുമ്പോൾ ആ ഗ്ലാൻഡിന് സൂപ്പറേഷൻ ഉണ്ടാകും. അപ്പോൾ സൂപ്പറേഷൻ ഇല്ലാതെയുള്ള എൻലാർജ്മെന്റ് ഹാർഡറിങ് സംഭവിക്കാം, പക്ഷേ തണുപ്പടിച്ചു കഴിഞ്ഞാൽ സൂപ്പറേഷൻ. അപ്പോൾ തണുപ്പടിക്കലാണ് ഹെപ്പാർ പേഷ്യന് പ്രശ്നമാകുന്നത്. ദ കാറ്ററൽ സ്റ്റേറ്റ് ഈസ് ജനറൽ. ഇനി കാറ്ററൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതും ഒരു ജനറൽ കണ്ടീഷനാണ്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതേപോലെ സ്ക്രോണി പേഷ്യൻ്റ് എന്നൊക്കെ, ചില്ലി പേഷ്യൻ്റ്, ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു ജനറൽ കണ്ടീഷനാണ്. ഈ കാറ്ററൽ സ്റ്റേറ്റും ജനറൽ, കാരണം ഏത് ഭാഗത്തുള്ള മ്യൂക്കർ മെംബ്രെയിൻസിലും കാറ്ററൽ കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതും ജനറലാണെന്ന് പറയാൻ കാരണം. ദർ ഇസ് നോ മ്യൂക്കസ് മെംബ്രെയിൻ എക്സംപ്ഷൻ, ബട്ട് എസ്പെഷ്യലി ഡു വി ഹാവ് കാറ്ററൽ ഓഫ് ദ നോസ്, ഇയേഴ്സ്, ത്രോട്ട്, ലാരിങ്സ് ആൻഡ് ചെസ്റ്റ്. മ്യൂക്കസ് മെംബ്രെയിൻ ഒന്നിനും ഒഴിവില്ല. പക്ഷെ വളരെ വിശേഷപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന എവിടെയാ? മൂക്കില്, കാതുകളിൽ, തൊണ്ടയിൽ, ലാരിങ്സിൽ, ചെസ്റ്റിൽ. ദ ഹെപ്പാർ പേഷ്യൻ്റ് ഈസ് സബ്ജക്ട് ടു കൊറൈസ. ഹെപ്പാർ പേഷ്യൻ്റ് എപ്പോഴും ഈ ജലദോഷം പിടിച്ച് നടക്കുന്ന ഒരു പേഷ്യൻ്റാണ്, ഒരു ജലദോഷക്കാരൻ, ആ ജലദോഷക്കാരി. ഇൻ സം ഇൻസ്റ്റൻസസ് ദ കോൾഡ് സെറ്റിൽ ഇൻ ദ നോസ് ആൻഡ് ദെൻ ദർ വിൽ ബി മച്ച് ഡിസ്ചാർജ് വിത്ത് സ്നീസിങ് എവറി ടൈം ഹി ഗോസ് ഇൻ ടു എ കോൾഡ് വിൻഡ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ കോൾഡ് മൂക്കിൽ സെറ്റിൽ ചെയ്യും. പിന്നെന്താ, മൂക്കിൽ നിന്ന് ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഡിസ്ചാർജ്, നല്ല വലിയ അളവ് ഡിസ്ചാർജ് മൂക്ക് ഹീറ്റിൽ. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പത്തുമ്മും, തണുപ്പടിച്ച് അപ്പത്തുമ്മും. ദ കോൾഡ് വിൻഡ്സ് ബ്രിങ് ഓൺ സ്നീസിങ് ആൻഡ് റണ്ണിങ് ഫ്രം ദ നോസ്, ഫസ്റ്റ് ഓഫ് എ വാട്ടറി ക്യാരക്ടർ ആൻഡ് ഫൈനലി എൻഡിങ് ഇൻ എ തിക്ക് യെല്ലോ ഒഫൻസീവ് ഡിസ്ചാർജ്. അപ്പോൾ തണുത്ത കാറ്റടിച്ചു കഴിഞ്ഞാൽ ജലദോഷം തുടങ്ങും. ആദ്യം വാട്ടറിയാണ്, പിന്നെ തിക്കാവുന്നു. തിക്കായിട്ട് എങ്ങനെയാ? മഞ്ഞ നിറത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഡിസ്ചാർജായിട്ട് മാറും. These offensive discharges smell like decomposed cheese
ആൻഡ് ദിസ് ക്യാരക്ടറിസ്റ്റിക് റൺസ് ത്രൂ ദ റെമഡി. അപ്പോൾ ഈ ഒരു ഡിസ്ചാർജ്, ഒഫൻസീവ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താ? പഴകി കാറിയ പാൽക്കട്ടി. കാറുക എന്നൊരു പ്രയോഗം ഞങ്ങളുടെ ഗ്രാമീണ ഭാഷയിലുണ്ട്. അത് പഴകിയിട്ടിങ്ങനെ ഒരു എന്താ പറയുക, ഒരു സോർ സ്മെല്ല്, പഴകിയൊരു സോർ സ്മെല്ലാണ് ഈ ഓൾഡ് ചീസിനുണ്ടാകുന്നത്. ഒരു തരം എന്താ പറയുക, ഒരു പുളിപ്പിൻ്റെ ഒരു ഫീല് വരും. അതായത് വിനെഗറിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതാണ് പുളിപ്പിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലായിട്ട് പറയുന്നത്. ഒരു രുചിയുടെ സ്മെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നത് വലിയ അർത്ഥമില്ല, എന്നാൽ പോലും സോർ സ്മെല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് വിനെഗറിൻ്റെ സ്മെല്ല. അല്ലെ ചീസ് അത് പഴകി അപ്പോൾ ഉണ്ടാകുന്നതല്ല. എണ്ണകൾ പഴകുമ്പോൾ, എണ്ണകൾ കാറുമ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാവും, സോർ സ്മെല്ല്. അപ്പോൾ ഹെപ്പാർ സൾഫിൻ്റെ ഡിസ്ചാർജസിന് ഒരു സോർ സ്മെല്ലുണ്ട്. എല്ലായിടത്തു നിന്നും ഉണ്ടാകാം, മൂക്കിൽ നിന്നൊക്കെ ഉണ്ടാകാം. അത് ഒരു തരം ജനറൽ കണ്ടീഷനാണ്. ഇറ്റ് ഹാസ് ഡിസ്ചാർജസ് റണ്ണിങ് ത്രൂ ഇറ്റ്സ് ഓൾസോ ദാറ്റ് സ്മെൽസ് സോർ ആൻഡ് ദിസ് ഈസ് ഓൾസോ ജനറൽ ബിക്കോസ് ഇറ്റ് മോഡിഫൈസ് ഓൾ തിങ്സ് ദാറ്റ് ക്യാൻ ബി സോർ. കണ്ടോ? അപ്പോൾ ഈ ഒരു സോർ സ്മെല്ലും എല്ലാത്തിനും ത്രൂ ഔട്ടുണ്ട്. സോറാകാവുന്ന എന്തൊക്കെയുണ്ട് അതിനെയൊക്കെ സോറാക്കും ഹെപ്പാർ സൾഫ്. അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡിസ്ചാർജിനെ സോറാക്കാം. വിയർപ്പിന് സോർ സ്മെൽ ഉണ്ടാകും. അപ്പോൾ ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനെയൊക്കെ സോറാക്കാമോ, സോർ സ്മെല്ലിങ് ആക്കാമോ, അതിനെയൊക്കെ സോർ സ്മെല്ലിങ് ആക്കും. അതുകൊണ്ട് തന്നെ ഈ സോർ സ്മെല്ലിങ് ഇതിൻ്റെ ഒരു ജനറൽ കണ്ടീഷനാണ്. ദ ബേബീസ് ആർ ഓൾവേസ് സോർ ഇൻ സ്പൈറ്റ് ഓഫ് മച്ച് വാഷിംഗ്. ചെറിയ കുട്ടികൾ ഈ സോർ സ്മെല്ല് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ചെറിയ കുട്ടികളിലാണ്. ചെറിയ കുട്ടികൾക്ക് ഒരുതരം പാലിൻ്റെ മണം ഉണ്ടാകുന്നത്. പക്ഷേ ചില കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പാല് തന്നെ പഴകിയ ഒരു സ്മെല്ല്, ഒരു വിനെഗറിൻ്റെ സ്മെല്ല്. സോർ സ്മെല്ലിങ് ബേബീസ്, കുട്ടികളിലാണ് ഈ സോർ സ്മെല്ലിങ് ഏറ്റവും അധികം മാനിഫെസ്റ്റ് ചെയ്ത് കാണുന്നത്. ഓർ ഇറ്റ് മേ ബി നോട്ടീസ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ദാറ്റ് വൺ ഓഫ് ദ ഫാമിലി ഓൾവേസ് സ്മെൽ സോർ. ഇനി വീട്ടുകാരും പറയും എപ്പോഴും ഇടപെടുന്നവരല്ലേ, വീട്ടിലൊരാൾക്ക് എപ്പോഴും ഈ ഒരു സോർ സ്മെല്ലുണ്ട്. ഒരു പഴകിയ ചീസിൻ്റെയോ പഴകിയ എണ്ണയുടെയോ ഒക്കെ സ്മെല്ലുണ്ട്. അത് ശ്രദ്ധിക്കുക. ഹാസ് എ സോർസ് പേഴ്സ്പിറേഷനും ആ സോർ സ്മെല്ലുണ്ട്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ ആഴ്സാൽബിൽ കണ്ടില്ലേ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞില്ലേ, ഭാര്യ പറഞ്ഞത് ചീഞ്ഞ മാംസത്തിൻ്റെ മണം വിയർപ്പിനും ടോയ്ലറ്റിൽ പോയാലൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഗന്ധങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, സോർ സ്മെല്ല. ഒരു പഴകിയ പാൽക്കട്ടിയുടെയോ പഴകിയ വെണ്ണയുടെയോ പഴകിയ എണ്ണയുടെയോ ഒക്കെ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ വിനെഗരിൻ്റെ ഒരു ഓർമ്മ, വിനെഗരിയുടെ സ്മെല്ലല്ല, ഒരു വിനെഗറിൻ്റെ ഒരു ഓർമ്മ ഉണ്ടാക്കുന്ന ഒരു സ്മെല്ല്. ഒരു ഹെപ്പാർ സൾഫിൻ്റെ ഒരു ജനറൽ കണ്ടീഷനാണ്. ദ ഡിസ്ചാർജസ് ഫ്രം അൾസേഴ്സ് ആർ സോർ. ഡിസ്ചാർജസ് വരെ, പഴുപ്പുകളിൽ നിന്ന് വരുന്ന ഡിസ്ചാർജിന് വരെ ഒരു സോർ സ്മെല്ലുണ്ട്. ആൻഡ് ഓൾസോ ഡിസ്ചാർജസ് ഫ്രം മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിൻ എന്നുള്ള ഡിസ്ചാർജസിനും ഈ സോർ സ്മെല്ലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മൂക്കിൽ നിന്നുള്ള തിക്ക് യെല്ലോയിഷ് ഡിസ്ചാർജ്. അപ്പോൾ എല്ലാത്തരം ഡിസ്ചാർജസിനും വിയർപ്പിനും ഒക്കെ ഈ ഒരു സോർ സ്മെല്ലുണ്ട്. അത് ഹെപ്പാർ സൾഫിൻ്റെ ഒരു ജനറൽ കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ സിംറ്റംസ് കിട്ടിയെന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഒരു സിംറ്റം ജനറൽ ആകുന്നത്, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം എങ്ങനെ ജനറൽ ആകുന്നു എന്നുള്ളൊരു പാഠം കൂടി കെൻ്റ് ഇവിടെ വരികൾക്കിടയിലൂടെ നമുക്ക് തരുന്നുണ്ട്. സോർ സ്മെല്ല് പലതരത്തിലുണ്ടാകാം, പക്ഷെ അത് എല്ലാവരിലും ജനറൽ ആകണമെന്നില്ല. പക്ഷെ ഇവിടെ ജനറലാണ്. കാരണം എന്തൊക്കെ സോറാകാമോ അതിനെയൊക്കെ അങ്ങനെ മോഡിഫൈ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ആ ഒരു മോഡിഫൈ ചെയ്യുന്നൊരു ഫാക്ടർ അത് അയാളുടെ ഒരു ഫണ്ടമെന്റൽ ആസ്പെക്റ്റാണ്. അത് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ജനറൽ കണ്ടീഷനാണ്. അതാണ് ജനറൽ സിംറ്റം. അപ്പോൾ ഒരു രോഗിയുടെ ഒരു 4-5 ജനറൽ സിംറ്റം കിട്ടിയാൽ പർട്ടിക്കുലേഴ്സ് എന്തും ആയിക്കോട്ടെ, ആ ഒരു പർട്ടിക്കുലേഴ്സ് നിങ്ങൾ മെറ്റീരിയൽ പഠിക്കാൻ നോക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ അത് കാണുന്നില്ല എങ്കിൽ പോലും ഒരു 4-5 സ്ട്രോങ് ജനറൽസ് ഉണ്ട്. അതിൻ്റെ മൊഡാലിറ്റിയും മറ്റുമൊക്കെ കറക്റ്റ് ആണെങ്കിൽ ആ റെമഡി അതിനെ ഹീൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു മുറിവുണ്ടായി അതിൻ്റെ പഴുപ്പ് മാറാതെ വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്ത് ബാബുച്ചേട്ടൻ ട്രീറ്റ് ചെയ്ത കാര്യം. ആ മരുന്നിൽ മുറിവ് എന്നുള്ളത് സിംറ്റം കാണാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ വില കുറഞ്ഞൊരു സിംറ്റം ആയിരിക്കാം.
പക്ഷേ ജനറൽസ് യോജിച്ചു വന്നു. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കേസ് ഹീലായി. അപ്പം അങ്ങനെ ജനറൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി, ഒരു പേഷ്യൻസിൻ്റെ ജനറൽ സിംറ്റംസ് എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ് അതിനെ നിങ്ങൾ നോട്ട് ചെയ്ത് അതിൻ്റെ മൊഡാലിറ്റീസും പെക്യുലിയാരിറ്റീസും ഒക്കെ കണ്ടെത്തി കഴിഞ്ഞ് അതിന് യോജിക്കുന്ന ഒരു ഔഷധം കണ്ടെത്തിയാൽ നിങ്ങളുടെ സക്സസ് ഉറപ്പായി. അപ്പോൾ ഹെപ്പാസൾഫിനെ കുറിച്ചുള്ള കൂടുതൽ വിലപ്പെട്ട പാഠങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.